എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ്. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ നിന്നും ആനുവൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മോഡൽ ചോദ്യങ്ങളും അവയുടെയൊക്കെ ഉത്തരങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനത്തിലേക്ക് പോയാലോ. ഒന്നാമത്തെ പ്രവർത്തനത്തിലെ ഒന്നാമത്തെ ചോദ്യം: താഴെ പറയുന്ന ഇന്ധനങ്ങളെ അനുയോജ്യമായ രീതിയിൽ വർഗീകരിക്കുക. വിറക്, പെട്രോൾ, കൽക്കരി, LPG, അസറ്റിലിൻ, ചാണകവരളി, CNG, ഡീസൽ, ഹൈഡ്രജൻ, മണ്ണെണ്ണ. അപ്പൊ ഇതിനെങ്ങനെയായിരിക്കും നമുക്ക് വർഗീകരിക്കാൻ പറ്റുക? ഉത്തരം: ഖര ഇന്ധനങ്ങൾ. ഖര ഇന്ധനങ്ങൾ ഏതൊക്കെയാണ് ഇതിൽ? വിറക്, കൽക്കരി, ചാണകവരളി. ദ്രാവക ഇന്ധനങ്ങളോ? പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ. വാതക ഇന്ധനങ്ങളോ? LPG, CNG, അസറ്റിലിൻ, ഹൈഡ്രജൻ. ഇങ്ങനെ വേണം നിങ്ങൾ വർഗീകരിക്കണം. രണ്ടാമത്തെ ചോദ്യം: LPGയുടെ പൂർണ്ണ രൂപം എഴുതുക. ഉത്തരം: ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. എന്നാൽ CNGയുടെ പൂർണ്ണ രൂപം എന്തായിരിക്കും? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. മറന്നു പോകരുത് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം: ഹൈഡ്രജൻ എവിടെയാണ് ഇന്ധനമായി ഉപയോഗിച്ചിരിക്കുന്നത്? ഉത്തരം: റോക്കറ്റുകളിൽ. പ്രവർത്തനം 2. ചിത്രം നിരീക്ഷിക്കൂ. A ക്വസ്റ്റ്യൻ: ഈ ഉപകരണം എന്താണ്? B ക്വസ്റ്റ്യൻ: ഇതിൽ ഉപയോഗിക്കുന്ന ഊർജം ഏത്? C ക്വസ്റ്റ്യൻ: ഇത്തരം ഉപകരണങ്ങൾ പരമാവധി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള 3 നേട്ടങ്ങൾ എഴുതുക. ഇനി നമുക്ക് ഇതിന്റെയൊക്കെ ഉത്തരം നോക്കിയാലോ. എന്തായിരുന്നു A ക്വസ്റ്റ്യൻ? ഈ ഉപകരണം എന്താണ്? കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ? കാറ്റാടി യന്ത്രം. B ക്വസ്റ്റ്യൻ: ഇതിൽ ഉപയോഗിക്കുന്ന ഊർജം എന്താണ്? കാറ്റ്. C ക്വസ്റ്റ്യൻ: ഇത്തരം ഉപകരണങ്ങൾ പരമാവധി ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള 3 നേട്ടങ്ങൾ. എത്ര ഉപയോഗിച്ചാലും തീരില്ല, മലിനീകരണം ഉണ്ടാകില്ല, ചിലവ് കുറവ്. ഇനി നമുക്ക് പ്രവർത്തനം 3ലേക്ക് പോയാലോ. അതിലെ ഒന്നാമത്തെ ചോദ്യം: ഇവിടെ ചേർത്തിരിക്കുന്ന ഊർജ സ്രോതസ്സുകളെ പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ എന്നും പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ എന്നും 2ആയി തരംതിരിക്കുക. കാറ്റ്, പെട്രോൾ, സൂര്യൻ, LPG, തിരമാല, മണ്ണെണ്ണ. ഉത്തരം: പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? പെട്രോൾ, LPG, മണ്ണെണ്ണ. പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളോ? കാറ്റ്, തിരമാല, സൂര്യൻ. ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യമാണ്: ഒരു ഓഫീസിലെ എല്ലാ ജീവനക്കാരും സൈക്കിളിലാണ് ഓഫീസിലെത്തുന്നത്. ഇത് ഊർജ സംരക്ഷണത്തിന് എങ്ങനെയെല്ലാം സഹായിക്കുന്നു? ഉത്തരം: സൈക്കിളിൽ ഒരു ഇന്ധനവും ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ഊർജ സംരക്ഷണം പാലിക്കപ്പെടുന്നു. ഇനി ഇതിലെ തന്നെ മൂന്നാമത്തെ ചോദ്യമാണ്: മെച്ചപ്പെട്ട വിറകടുപ്പിന്റെ 2 സവിശേഷതകൾ എഴുതുക. ഉത്തരം: വായു സഞ്ചാരം സുഗമമാക്കാൻ ആവശ്യമായ ഉൾവ്യാസം അടുപ്പിനുണ്ടായിരിക്കണം. അടുത്ത പോയിന്റ്: പുക ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. ഇനി പ്രവർത്തനം 4. അതിലെ ഒന്നാമത്തെ ചോദ്യം: കണ്ണിന്റെ സംരക്ഷണത്തിനായി ചെയ്യാവുന്ന 5 കാര്യങ്ങൾ എഴുതുക. ഉത്തരം: കണ്ണിൽ പൊടിയും മറ്റും വീണാൽ കണ്ണ് തിരുമുകയോ കണ്ണിലേക്ക് ഊതുകയോ ചെയ്യരുത്. തണുത്ത വെള്ളം ഉപയോഗിച്ച് ശ്രദ്ധയോടെ കഴുകണം. മങ്ങിയ പ്രകാശത്തിലും തീവ്ര പ്രകാശത്തിലും വായിക്കരുത്. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്നോ നടന്നുകൊണ്ടോ വായിക്കരുത്. ദീർഘനേരം തുടർച്ചയായി TV കാണരുത്. TV വച്ചിരിക്കുന്ന മുറിയിൽ ആവശ്യത്തിന് വെളിച്ചമുണ്ടാകണം. ഇത്രയും പോയിന്റ്സ് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇതിലെ രണ്ടാമത്തെ ചോദ്യം: ശ്രവണ സഹായികൾ നിർവഹിക്കുന്ന ധർമ്മങ്ങൾ എന്തെല്ലാം? ഉത്തരം: ശബ്ദത്തിന്റെ ഉച്ചത കൂട്ടുന്നു, ശബ്ദത്തിന് വ്യക്തത വരുത്തുന്നു. ഇനി പ്രവർത്തനം 5 ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഡോക്ടറോടൊപ്പം എന്ന പരിപാടിയിൽ വിവിധ നേത്രരോഗങ്ങളെക്കുറിച്ചും ചെവി സംരക്ഷണം എങ്ങനെയെന്നുമുള്ള ചർച്ച നടന്നു. അതിൽ A ക്വസ്റ്റ്യൻ: കണ്ണിനെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു രോഗത്തിന്റെ പേരും ലക്ഷണങ്ങളും എഴുതുക. കണ്ണിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗമാണ് ചെങ്കണ്ണ്. ഇനി നമുക്കതിന്റെ ലക്ഷണങ്ങൾ നോക്കിയാലോ. കണ്ണുവേദന, കണ്ണിന് ചൊറിച്ചിൽ, കണ്ണിന് ചുവപ്പ്, കണ്ണിൽ പീള അടിയുക, കണ്ണുനീർ കൂടുതലായി ഒഴുകുക, കൺപോളകൾക്ക് വീക്കവും തടിപ്പും, കണ്ണിൽ കരുകരപ്പ്. ഇനി അതിലെ B ക്വസ്റ്റ്യൻ ആണ്: ചെവിയുടെ സംരക്ഷണത്തിന് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഉത്തരം: ചെവിയിൽ വെള്ളമോ എണ്ണയോ മറ്റു ദ്രാവകങ്ങളോ ഒഴിക്കരുത്. ചെവിക്കുള്ളിൽ അന്യവസ്തുക്കൾ കടത്തരുത്. വലിയ ശബ്ദം തുടർച്ചയായി കേൾക്കരുത്. ഇനി ഇതിലെ C ക്വസ്റ്റ്യൻ ആണ്: ശബ്ദത്തെ സ്വീകരിച്ച് ചെവിക്കുള്ളിലേക്ക് കടത്തിവിടുന്ന ചെവിയുടെ ഭാഗം ഏതാണ്? ചെവിക്കുട. പ്രവർത്തനം 6. അതിലെ A ക്വസ്റ്റ്യൻ: കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്നാൽ എന്ത്? ഇവയുടെ 4 പ്രയോജനങ്ങൾ എഴുതുക. ഉത്തരം:
മനുഷ്യനിർമ്മിതമായ ഉപഗ്രഹങ്ങളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ. ഇനി ഇവയുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. വാർത്താവിനിമയം, കാലാവസ്ഥാ പ്രവചനം, ഭൂവിഭവ പഠനം, കൃഷി, വിദ്യാഭ്യാസം, പ്രതിരോധ പ്രവർത്തനങ്ങൾ. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ. തുമ്പ ഇക്വറ്റോറിയൽ ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം വിക്രം സാരാഭായ്. സി ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യത്തിന്റെ പേര് എന്താണ്? ഉത്തരം ആദിത്യ L1. പ്രവർത്തനം 7. സ്കൂൾ വിദ്യാർത്ഥികൾ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലേക്ക് ഒരു പഠനയാത്ര നടത്തി. അവർ വിവിധ തരത്തിലുള്ള പക്ഷികളെ നിരീക്ഷിച്ച് കുറിപ്പും തയ്യാറാക്കി. ഇനി എ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. പക്ഷികളുടെ ഏതെല്ലാം സവിശേഷതകളാണ് അവർ നിരീക്ഷണക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക? ഉത്തരം നിറം, വലിപ്പം, ആകൃതി, ആഹാരവും ആഹാര സമ്പാദന രീതിയും, കൊക്കിന്റെയും കാലിന്റെയും പ്രത്യേകതകൾ, തൂവലുകളുടെ പ്രത്യേകത, പറക്കുന്ന രീതി, ശബ്ദം, കാണപ്പെടുന്ന സ്ഥലം. ഇതൊക്കെയായിരിക്കും കുട്ടികൾ പക്ഷികളുടെ പ്രത്യേകതകളും സവിശേഷതകളുമായി മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വന്നെത്തുന്ന 2 പ്രദേശങ്ങളുടെ പേര് എഴുതുക. ഉത്തരം തട്ടേക്കാട്, കുമരകം. സി ക്വസ്റ്റ്യൻ. ലോകപ്രസിദ്ധനായ ഒരു ഇന്ത്യൻ പക്ഷി നിരീക്ഷകന്റെ പേര് എഴുതുക. ഉത്തരം ഡോക്ടർ സലീം അലി. പ്രവർത്തനം 8. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികൾക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരം സസ്തനികൾ. രണ്ടാമത്തെ ചോദ്യം. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവികൾ ഏതാണ്? ഉഭയജീവികൾ. മൂന്നാമത്തെ ചോദ്യം. ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തവയാണ്. ഇവയ്ക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരം ലാർവകൾ. നാലാമത്തെ ചോദ്യം. കൊതുകിന്റെ ലാർവയാണ്. എന്താണ് കൊതുകിന്റെ ലാർവ? ഉത്തരം കൂത്താടി. അഞ്ചാമത്തെ ചോദ്യം. രൂപാന്തരണം നടക്കുന്ന ജീവികൾക്ക് ഉദാഹരണം എഴുതുക. തവള, കൊതുക്, പൂമ്പാറ്റ. ആറാമത്തെ ചോദ്യം. രൂപാന്തരണത്തിലെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഒന്നാമത്തെ ഘട്ടമാണ് മുട്ട, പിന്നെ മുട്ട വിരിഞ്ഞ് ലാർവ ഉണ്ടാകുന്നു, പിന്നെ എന്താണ് മൂന്നാമത്തെ ഘട്ടം? പ്യൂപ്പ ഉണ്ടാകുന്നു. പ്യൂപ്പയുടെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. തവളയ്ക്ക് മാത്രം പ്യൂപ്പഘട്ടമില്ല. മറ്റു കുഞ്ഞു ജീവികൾക്കൊക്കെ എന്തുണ്ട്? പ്യൂപ്പഘട്ടമുണ്ട്. തവളയുടെ കേസ് വരുമ്പോഴേക്കും പ്യൂപ്പഘട്ടം ഇല്ല. നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോ കേട്ടോ. നാലാമത്തെ അവസാനത്തെയും ഘട്ടം ഏതാണ്? പൂർണ്ണജീവി. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. പ്രവർത്തനം 9. നക്ഷത്ര കൂട്ടങ്ങളുടെ രേഖാചിത്രം കൊടുത്തിരിക്കുന്നത് നോക്കൂ. അവയുടെ പേരുകൾ എഴുതുക. ABC എന്ന് പറഞ്ഞിട്ട് 3 നക്ഷത്ര കൂട്ടങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് പറയണം. A എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന നക്ഷത്രക്കൂട്ടം ഏതാണ്? വേട്ടക്കാരൻ അല്ലെങ്കിൽ ഓറിയോൺ എന്ന് പറയും. B എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന നക്ഷത്രക്കൂട്ടം ഏതാണ്? സപ്തർഷികൾ അല്ലെങ്കിൽ ബിഗ് ഡിപ്പർ എന്ന് പറയും. C എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന നക്ഷത്രക്കൂട്ടം ഇവിടെ ഏതാണ്? വൃശ്ചികം അല്ലെങ്കിൽ സ്കോർപിയസ് എന്ന് പറയും. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ. നക്ഷത്ര നിരീക്ഷണത്തിന് സഹായകമായ പ്രസ്താവനകൾ മാത്രം ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. ഇതിലെ എല്ലാ പ്രസ്താവനയും നക്ഷത്ര നിരീക്ഷണവുമായി ബന്ധപ്പെട്ടതല്ല. ബന്ധപ്പെട്ടത് മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എഴുതേണ്ടത്. ഞാൻ വായിക്കാം. നക്ഷത്ര മാപ്പ് ഉപയോഗിക്കണം. നിലാവുള്ള തെളിഞ്ഞ ആകാശം നിരീക്ഷണത്തിന് തിരഞ്ഞെടുക്കുന്നു. ചുറ്റുമുള്ള വൈദ്യുതി വിളക്കുകളുടെ പ്രകാശം ആകാശ നിരീക്ഷണത്തിന് സഹായകരമാണ്. വെളിച്ചമില്ലാത്ത ചക്രവാളം വരെ കാണുന്ന തുറസായ പ്രദേശമാകണം നിരീക്ഷണത്തിന് തിരഞ്ഞെടുക്കേണ്ടത്. ഇതിലേതൊക്കെയാണ് ശരി? ഉത്തരം 1 നക്ഷത്ര മാപ്പ് ഉപയോഗപ്പെടുത്തണം. നാലാമത്തേതാ? വെളിച്ചമില്ലാത്ത ചക്രവാളം വരെ കാണുന്ന തുറസായ പ്രദേശമാകണം നിരീക്ഷണത്തിന് തിരഞ്ഞെടുക്കേണ്ടത്. ഈ 2 പ്രസ്താവനയാണ് അതിൽ നക്ഷത്ര നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് ശരിയായത്. പ്രവർത്തനം 10. എ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന ജീവികളുടെ ലാർവകളെ കണ്ടെത്തി എഴുതുക. 2 ജീവികളുടെയും ചിത്രങ്ങൾ നിങ്ങൾ കണ്ടു കാണും അല്ലേ? ചിത്രം എ നോക്കൂ. തവളയാണ് അല്ലേ? അതിന്റെ ലാർവ ഏതാണ്? വാൽമാക്രി. ചിത്രം ബി നോക്കൂ. രണ്ടാമത്തെ ചിത്രം. അതിലെന്താ ഉള്ളത്? പാറ്റ. പാറ്റയുടെ ലാർവ ഏതാണ്? നിംഫ് അല്ലേ? ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ. ഇത്തരത്തിൽ ജീവികൾക്കുണ്ടാകുന്ന മാറ്റത്തിന് പറയുന്ന പേര് എന്താണ്? രൂപാന്തരണം. അതായത് വാൽമാക്രി തവളയായി മാറുന്നതും നിംഫ് പാറ്റയായി മാറുന്നതൊക്കെ രൂപാന്തരണം കാരണമാണ്. സി ക്വസ്റ്റ്യൻ. ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്നതിനുള്ള സംവിധാനമാണല്ലോ ശലഭോദ്യാനം. ശലഭോദ്യാന നിർമ്മാണത്തിൽ ശ്രദ്ധിക്കേണ്ട ഏതെങ്കിലും 2 കാര്യങ്ങൾ എഴുതുക. പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന സസ്യങ്ങൾ വേണം. അതാത് ശലഭത്തിന് മുട്ടയിടാൻ വേണ്ട സസ്യങ്ങളും വേണം.